UA എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. കേരളം ഗൾഫിലേക്കുള്ള വ്യാജ വിസകൾ പ്രിന്റ് ചെയ്തു കൊടുക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ചതിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. നാട്ടിൽ നിന്നും എംപ്ലോയ്മെന്റ് വിസയിൽ യാത്ര ചെയ്യുന്നവർ ആ വിസയുടെ ആധികാരികത ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി നേരിൽ കണ്ട് ഉറപ്പുവരുത്താത്തതുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ അരങ്ങേറുന്നത് എന്ന് അറിയിക്കുകയും അതേക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ആഴ്ചയിലെ UA എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുന്നു. കുവൈത്തിൽ 18 വർഷമായി വീട്ടുജോലിക്കാരനായിരുന്ന തിരുവനന്തപുരം പരശുവായിക്കൽ സ്വദേശി ലിംസൺ ഗുരുതരമായ ക്ഷയരോഗബാധയെ തുടർന്ന് ആശുപത്രിയിലാണ്. കഴിഞ്ഞ ഒരു മാസത്തെ ചികിത്സയെ തുടർന്ന് സുഖം പ്രാപിച്ചു വന്നിരുന്ന ലിംസന്റെ ഭാര്യ ഫ്ലോറൻസും കുവൈറ്റിലെ വീട്ടുജോലിക്കാരിയാണ്. അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് കലാ കുവൈറ്റ് പ്രവർത്തകർ ചെയ്തു വരുന്നു. അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികൾക്ക് സെപ്റ്റംബർ 1 മുതൽ 3 മാസക്കാലത്തേക്ക് പൊതുമാപ്പ് കൊടുക്കാനുള്ള ഗവൺമെന്റ് പ്രഖ്യാപനം ഡിസംബർ 1 അവസാനിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 1 മുതൽ 4 മാസക്കാലത്തേക്കാണ് പൊതുമാപ്പിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് സുപ്രധാനമായി പ്രഖ്യാപനം വന്നത്. ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചത് ആയിരക്കണക്കിന് വിദേശികളായിരുന്നു. ഏകദേശം 2000-നടുത്ത് ഇന്ത്യക്കാർ പൊതുമാപ്പ് ആനുകൂല്യം സ്വീകരിച്ചു. എൻ്റെ പേര് ജാൻസി. ഞാൻ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ബാലഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് സൗദി അറേബ്യയിൽ 15-20 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഷാജഹാനെയും സുമയ്യയെയും വിശ്വസിച്ച് അവരുടെ വാക്കുകൾ കേട്ട് ഇവിടെ എത്തിച്ചേർന്നാണ്. അവരെൻ്റെ വീട്ടിൽ വരികയും എൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും സഹോദരങ്ങളെയും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എന്നെ ഇവിടെ എത്തിച്ചതാണ്. എനിക്ക് 50,000 രൂപ ശമ്പളവും സുമയ്യയുടെ കൂടെ ബ്യൂട്ടി പാർലറിൽ സഹായിച്ചാൽ മാത്രം മതി എന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. വേറെ എങ്ങും വിടില്ല എന്നും പറഞ്ഞു കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു സ്ത്രീയെ വിളിച്ച് എന്നെ അവരുടെ കൂടെ അയച്ചു. അവിടെ നിന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, ഞാൻ ഈ ജോലിക്ക് വന്നതല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ച് അടുത്ത വീട്ടിലേക്ക് വിട്ടു. എനിക്ക് രക്ഷപ്പെടുവാനോ ഇവിടെ നിന്ന് പോകുവാനോ ഇതുവരെ സാധിച്ചില്ല. അവസാന നിമിഷം വരെ ഞാൻ പിടിച്ചു നിന്നു. ഇപ്പം എനിക്ക് എൻ്റെ കൈയൊന്നും അനക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നപ്പോൾ സുമയ്യയും ഇല്ല, ഷാജഹാനും ഇല്ല, യാതൊരുവിധ നിവൃത്തിയില്ല. ഇവിടെ ഒരു അറബിച്ച് ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. അവള് ദിവസവും ഞങ്ങളോട് ശക്തമായ പോരും വഴക്കുമാണ്. അവള് ഞങ്ങളെ കയ്യെ പിടിച്ച് ഇറക്കി വിടും. ഓരോ ആണുങ്ങൾ പുറത്ത് വന്ന് നിന്ന് കാറുമായിട്ട് നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോന്നും പറഞ്ഞ് ഞങ്ങളെ കഥ അടച്ച് വിടും. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് 6 മാസമായി ശമ്പളം കിട്ടിയിട്ട് ഇന്ന് ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളെ കൊണ്ടുപോകാൻ വന്ന ഒരു മാമായോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ അറിയിപ്പൊന്ന് കൊടുക്കാവോ എന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് ഇത് പറഞ്ഞത്. എൻ്റെ പേര് ബീന. ഞാൻ കോട്ടയം സ്വദേശിനിയാണ്. സുമയ്യയും ഷാജഹാനും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ബന്ധുക്കളുമായിട്ട് സംസാരിച്ച് എനിക്ക് മാസം 25,000 രൂപ സാലറിയും ഇവിടെ സുമയ്യയുടെ ബ്യൂട്ടി പാർലർ ടൈലറിങ് ആണെന്നും പറഞ്ഞാണ് എന്നെ കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് ഓരോ വീടുകളിലെ വീട്ടു ജോലിക്കായിട്ട് വിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. മാസം ശമ്പളം 20,000 രൂപ കറക്റ്റായിട്ടുള്ള ഒരിക്കലും ഇതുവരെയും തന്നിട്ടില്ല. ഇപ്പം 4 മാസം ഒരു വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നതാണ് ഞാൻ. സുമയ്യ ഇവിടെ വന്നപ്പോൾ സുമയ്യ നാട്ടിൽ പോയിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് വീട്ടിൽ 2 കുഞ്ഞുങ്ങളും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്. അവരെല്ലാം ആകെ ടെൻഷനിലാണ്. അവരെല്ലാവിധ പോലീസ് സ്റ്റേഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് അവിടെ ഒരുപാട് അവളൊരു മോശം സ്ത്രീ ആയതുകൊണ്ട് ഇവൾക്ക് ഒരുപാട് പ്രലോഭനങ്ങളിൽ ഇവിടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇത് സൗദി അറേബ്യയുടെ നിയമങ്ങൾ വളരെ കർശനമായതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങുവാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഇനിയും ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ സുമയ്യയുടെ ഷാജഹാന്റെ പേരെടുത്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ അത് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് അത്രയ്ക്കും നിവൃത്തി. 11 വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ വെൽഡർ ജോലിക്കായി പോയെന്ന് വിശ്വസിക്കുന്ന തിരുവനന്തപുരം വെള്ളല്ലൂർ സ്വദേശി മണിരാജനെ അന്വേഷിച്ചാണ് ഭാര്യ സുധാമണിയും മകനും പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. താൻ അവിടെ എത്തിയെന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം യാതൊരു വിവരവും തന്നെ മണിരാജിനെ കുറിച്ചറിയാൻ ഈ കുടുംബത്തിന് സാധിച്ചിട്ടില്ല. മണിരാജ് എന്ത് ജോലിക്കാരനാ? വെൽഡിങ്ങാ. ആരാ കൊണ്ടുപോയത്? കൊണ്ടുപോയ ആളിനെ നേരിട്ടായതുകൊണ്ട് അറിയാൻ വയ്യ. മോനന്ന് 1.5 വയസ്സേ ഉള്ള. അപ്പം എല്ലാം സ്വന്തമായിട്ടായിരുന്നു. എനിക്കൊന്നും പിന്നീട് അന്വേഷണം തുടങ്ങിയപ്പോൾ ആ ഒരു രേഖകളും ഇല്ലാതായി. ആരാണ് കൊണ്ടുപോകണം? എല്ലാം എറണാകുളത്ത് പോയി നേരിട്ടായിരുന്നു.
പോയത് പാസ്പോർട്ട് ഉണ്ടായിരുന്നു അയാൾക്ക്? ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം? പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ഇയാൾ അവിടെ എത്തി എന്നുള്ളത് ഏതെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും ഒന്നുമില്ല? കണ്ടതായിട്ടാരും പറഞ്ഞില്ല. ഈ മണിരാജിന് എത്ര വയസ്സുണ്ട് ഇപ്പോ? 58 വയസ്സായി. 58 വയസ്സായിട്ടില്ല. എത്ര കൊല്ലായി? 11 വർഷം. ഈ ഒരു കുട്ടി മാത്രം? മോളുണ്ട്. മോളെ കല്യാണം കഴിച്ച് 25 വയസ്സായ മോളുണ്ട്. എന്താ മണിരാജ് അങ്ങനെ, എന്താണ് ഇവിടുന്ന് പോകുമ്പോ എങ്ങനെയായിരുന്നു ആദ്യം പോയത്? നേരത്തെ സൗദിയിൽ എന്നെ കെട്ടുമ്പോഴേ സൗദിയിൽ പോയി വന്ന് നിന്ന ആളാണ്. ശരി. ഓഹോ. ഇപ്പോഴും പുതിയതായിട്ട് കുവൈറ്റിൽ പോയതാണ്. വീട്ടിൽ വന്നതിന് ശേഷം പൊതുവെ വെൽഡിങ്ങിന് എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയി കുറെ ആൾ ഇവിടെ നിൽക്കാനും പറഞ്ഞു ഒരുങ്ങിയപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു ഒന്നുകൂടെ പുറത്ത് പോകണമെന്ന് അന്നേ പറയുമായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള നേരിട്ടുള്ള ഇടപാടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആരാണ് എന്നുള്ള ഒന്നും ഞാൻ അറിഞ്ഞു. ആളിന് ഒരു കുഴപ്പമില്ല. ആളിവിടെ നാട്ടിലൊക്കെ ഉള്ളപ്പോൾ നിങ്ങളോട് നല്ല നിലയിലൊക്കെ മദ്യപാനമൊക്കെ ഉണ്ടോ? മദ്യപാനമൊന്നുമില്ല. പിന്നെ എങ്ങനെയാ അത് ആള് ഇങ്ങനെ പോയത്? അവിടെ നിന്ന് വന്ന ഫോൺ ഉണ്ടായിരുന്നല്ലോ, ആ നമ്പർ ഉണ്ടായിരുന്നു? അത് വെച്ച് നമ്മൾ അവിടെ പോയി അന്ന് ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്നുള്ള മട്ടിൽ ഒരു 3 മാസം വരെ നമ്മൾ ഇരുന്ന്. കാരണം പൈസ ജോലി ചെയ്ത് കിട്ടിയിട്ടേ വിളിക്കുള്ളൂ. ഈ നമ്പർ നിങ്ങളെ കയ്യിലുണ്ടോ ഇപ്പോഴും? ലാൻഡ് ഫോൺ ആയിരുന്നു. അതൊന്നും ഇല്ല. ലാൻഡ് ഫോൺ ആയിരുന്നു വീട്ടില്. ലാൻഡ് ഫോൺ ഉള്ള ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾ അന്വേഷിച്ചായിരുന്നു? അന്ന് അന്വേഷിച്ചിരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? അത് അവിടെ നിന്ന് വരുന്ന കോളുകളൊന്നും പിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് വരുന്ന കോളൊന്നും നോക്കൂല. ഇവിടെ നിന്ന് ഉള്ളതാണെങ്കിൽ ഇവർ എടുത്തു വെച്ചേക്കും. അത് നമ്മൾ തോനെ ഒരു മാസമൊക്കെ ആയതിനു ശേഷം അന്വേഷണം തുടങ്ങിയത് തന്നെ 3 മാസമൊക്കെ ആയിട്ടാണ്. ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്നുള്ള ഇതിലിരുന്ന്. കാരണം നമ്പർ അറിയില്ല. നേരത്തെയൊക്കെ പോയി വന്ന് നിന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പരിചയമുള്ള ഒരാളാണ്. അങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. ഇത്രയും വർഷം എങ്ങനെ പോയി എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു വേറെ യാതൊരു ഇതുമില്ല, ഒന്നുമില്ല. ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് വേറെ നാട്ടിൽ വന്നതായിട്ടോ ഒരു രേഖയില്ല. മകൻ എത്രല്ല പഠിക്കുന്നു? 8ൽ പഠിക്കുന്നു. ഉണ്ട് ആളവിടെ. പ്രവാസ ലോകം കുവൈറ്റിലെ പ്രവർത്തകരോടാണ്. 11 വർഷമായിട്ട് മണിരാജ് അല്ലേ കുവൈറ്റിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ദീർഘകാലം ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഈ 11 വർഷത്തിന് ശേഷം യാതൊരു വിവരവുമില്ല. 1 വർഷമായിട്ട് അവിടെ എത്തിയതിൻ്റെ ഒരൊറ്റ കോളേ കുടുംബത്തിന് വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരാളല്ല. മണിരാജിന് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ഞാനൊക്കെ സംശയിക്കുന്നത്. മണിരാജ് പോയത് തന്നെയാണ്. മണിരാജ് അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇതൊക്കെ തന്നെ ഒരുപാട് അഭ്യൂഹങ്ങൾ നമ്മളെ മനസ്സിൽ, അല്ലെങ്കിൽ സംശയങ്ങൾ നമ്മളെ മനസ്സിൽ വരുന്നു. എല്ലാ മലയാളികളോടും എനിക്ക് പറയാനുള്ളത്, മണിരാജ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാണാതിരിക്കില്ലല്ലോ, ഉറപ്പാണ്. കുവൈറ്റിൽ ആരെങ്കിലും മണിരാജിനെ കാണാതിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ മണിരാജിനെ കാണാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. മണിരാജിനോട് എനിക്ക് പറയാനുള്ള, ഏതെങ്കിലും തരത്തിൽ അറ്റുപോയ ഒരു കണ്ണിയായിട്ട് നിങ്ങൾ മാറരുത് എന്നുള്ളതാണ്. നിങ്ങൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഈ കുടുംബത്തിനെ നിങ്ങൾ വിളിക്കണം. നിങ്ങളെ മകളെ വിവാഹം കഴിച്ചു പോയിരിക്കണം. കാലം കാത്തു നിൽക്കില്ലല്ലോ ആരെയും. നിങ്ങളില്ലാതെയാണ് ആ കുട്ടി ഇറങ്ങിപ്പോയത്. അവർ വലിയ ശക്തിയുള്ള സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. 11 വർഷം നിങ്ങളുടെ മകൻ 8ൽ പഠിക്കുന്നു. മണിരാജ് എവിടെ ഉണ്ടെങ്കിലും വീട്ടിലേക്ക് വിളിക്കണം പ്ലീസ്. ഞങ്ങൾക്കതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രവാസലോകം പ്രേക്ഷകരും പ്രവർത്തകരും ഒന്നടങ്കം മണിരാജിനെ കുവൈറ്റിലുണ്ടെങ്കിൽ തപ്പിയെടുക്കണം എന്നാണ് എനിക്ക്. നമ്മളുടെ കടമയല്ലേ അത്. തീർച്ചയായിട്ടും മണിരാജ് നാട്ടിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കണ്ടെത്താട്ടാ, ക്ഷമിക്കാം. കരയണ്ട കേട്ടാ.
9 മാസം മുമ്പ് സ്വന്തം പിതാവ് തന്നെ ജോലിക്കായി ബഹറിലേക്ക് കൊണ്ടുപോയ തിരുവനന്തപുരം കരമന സ്വദേശി വിഷ്ണു ഇന്ന് അമ്മയിൽ നിന്നും ഏറെ അകന്നിരിക്കുകയാണ്. 24 വർഷത്തോളം ഭർത്താവായി ഇരുന്നിട്ടും വിഷ്ണുവിന്റെ അച്ഛനിൽ നിന്നും യാതൊരു സഹായവും തന്നെ ലഭിക്കാത്ത വിഷമം പങ്കുവെക്കുകയാണ് ഇവിടെ ജയലക്ഷ്മി. ഈ ഭർത്താവ് 24 വർഷം കൊണ്ട് 24 വർഷമായിട്ട് പാറയിലാണ്. ഇല്ല, 2.5 വർഷത്തിന്റെ ഒരിക്കൽ 1 മാസം ലീവിന് നാട്ടിൽ വന്നാ ഇവിടെ എൻ്റെ അടുത്ത് വരത്തില്ല. അയാളെ സഹോദരന്റെ ഭാര്യയുടെ വീട്ടിൽ പേട്ട എന്ന് പറയുന്നത് കൈതമുക്കിൽ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി 24 വർഷം കൊണ്ട് ഇതേ പതിവിന് തന്നെ കഴിയുന്നു സാറേ. കൂടെ കഴിയില്ല, അതൊരു ഇതുമില്ല. എത്ര വയസ്സായിപ്പോ? അവന് 19 ഈ ജൂണിൽ 19 കഴിയും. നിങ്ങളും ഭർത്താവും തമ്മിൽ നല്ല ചർച്ചയിലല്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് അല്ലേ? യാതൊരു ഫലവുമില്ല. അതിന്റെ പൈസ അയച്ചു തരുമോ? പൈസ വാടകയ്ക്കാണ് വീട് ഇരിക്കുന്നത്. യാതൊരു ഇതുമില്ല. വല്ലപ്പോഴും കൂടി എന്തെങ്കിലും അയച്ചു തരും. വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പൊ വീട്ടുകാരൊക്കെ ഇടപെട്ട് ഒന്ന് പരിഹരിക്കാൻ നോക്കിയില്ലേ? പലരും ശ്രമിച്ചൊക്കെ നോക്കി, എന്നിട്ട് യാതൊരു ഫലവുമില്ല. അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ബന്ധങ്ങളുണ്ടോ? അങ്ങനെ തന്നെ എല്ലാരും എന്റെ അടുത്ത് കേൾക്കുന്നത്. എന്തെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നാട്ടില് നമ്മൾ വിശ്വസിക്കുക. നാട്ടില് വരുത്തി എന്തൊരു തീരുമാനമെന്ന് എനിക്ക് അറിയിച്ചു തരണം. എന്താണ് അതിനുള്ള കാരണം? മദ്യപിക്കുവോ ആള്? മദ്യപിക്കും, ഇഷ്ടംപോലെ മദ്യപിച്ച് അടിയും ബഹളവും എന്നാണ് ഉണ്ടാക്കുന്ന ആളാണ്. അതാണ് വരാത്തത്. അങ്ങനെ ഇരുന്നാണ് ഈ കൊച്ചിന് ഗൾഫിൽ 10ാം ക്ലാസ് ജയിച്ച കൊച്ചിനെ മാർക്ക് കുറവ്, +1 വേറെ ചേർക്കണം, ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ടെന്ന് കേട്ടപ്പം തന്നില്ലായിരുന്നു. തരാതെ അങ്ങനെ വെറുതെ 2 വർഷം വെറുതെ പിടിച്ച് നിർത്തിയിരുന്നു. അങ്ങനെ 2015 ഈ ഭർത്താവ് വന്ന് ഈ കൊച്ചിനെ ഗൾഫിൽ അങ്ങനെ ഇങ്ങനെ പല വാഗ്ദാനം കൊടുത്ത് വിളിച്ചോണ്ട് ഞാൻ നെഞ്ചിലിടിച്ച് കരഞ്ഞ്, വേണ്ട, ഗൾഫിൽ ഇത്ര കാലമായിട്ടും പോയിട്ട് നമുക്ക് ഒരു കിടപ്പാടം കൂടെ ഇല്ല, മോൻ പോണ്ടാവേ. കൊച്ചിനടുത്ത് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. ഇപ്പൊ 9 മാസം കൊണ്ട് എന്റെ കൊച്ചിന് ഒരേ ഒരു മോൻ തന്നെ ഉണ്ട് സാറ്. യാതൊരു വിധവും ഇല്ല. മോൻ വിളിക്കുന്നുമില്ല സാറ്. വിളിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല. വിഷ്ണു മകനെ വേണം. മകനെ എനിക്ക് വേണം സാറ്. ഈ ഭർത്താവിന് ഈ നാട്ടിലെടുത്ത് എന്റെ ജീവിതത്തിന് എന്ത് തീരുമാനമെന്ന് പറയണു സാറേ. എനിക്കല്ലാതെ, നിങ്ങളല്ലാതെ എനിക്ക് സഹായിക്കാൻ ആരുമില്ല സാറേ ഈ ലോകത്ത്. ഭയങ്കര കഷ്ടം സാറേ, ആരും ഇല്ല എനിക്ക് ആശ്രയത്തിന്. ജോലി കൊടുക്കുന്ന ബദർ വണ്ടി മെക്കാനിക്ക്. അങ്ങനെ ഈ ഭർത്താവിന് ജോലി കൊടുക്കുന്ന ബദർ എന്ന് പറഞ്ഞ ആ അണ്ണനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അണ്ണാ 2004 ചെന്ന് കാല് പിടിച്ച് പറഞ്ഞ്, അണ്ണാ നിങ്ങൾ ഈ നാട്ടിൽ ഇങ്ങ് പറഞ്ഞു വിടണം, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, ഗൾഫിൽ ഇത്ര കാലം നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഫലവും ഇല്ല, അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാതെ പോണതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്, അവർ സംഘത്തോടെ ചേർന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സാറ്. ഇപ്പൊ എന്റെ കുട്ടിയെയും കൊണ്ടുപോയി കഷ്ടപ്പെടുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ മരിച്ചു കിടന്നാൽ പോലും എനിക്ക് ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ല സാറ്. കാശ് ഒന്നിനും ഒരു പണത്തിനും ഇല്ല, ഇറക്കിടക്കാൻ വീടിന്റെ വാടക കൊടുക്കാതെ മുടങ്ങിക്കിടക്കുന്നു സാറ്. അപ്പം വീട്ടിൽ ഞാൻ പറഞ്ഞു, വാടക കൊടുക്കാൻ പൈസ ഒന്നുമില്ല എന്നാണ്. നീ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇരി, സാധനങ്ങളൊക്കെ പറയ്ക്കുക, അവിടെ മുറ്റത്ത് ചെന്ന് ഇരിയെന്ന് ഈ ഭർത്താവ് പറയുന്നു. ജയകുമാർ, പ്രേക്ഷകർക്ക് ഇതിലും കൂടുതൽ ഇനിയൊന്നും ഞാൻ പറയേണ്ടതില്ല. അവരുടെ കരച്ചിലിൽ തന്നെ അവരുടെ നിസ്സഹായതയും അവരുടെ ദുഃഖവും അവരനുഭവിച്ച കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെന്നായിരുന്നു. ബാറയിൽ നിന്ന് അപൂർവമായിട്ടാണ് കഥകൾ വരാറുള്ളത്. അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ദുരിതങ്ങളുടെ കെട്ടാണ് അവരഴിച്ചു വിട്ടത്. ഒടുവിൽ അവർക്ക് ഏക പ്രതീക്ഷ ഉണ്ടായിരുന്ന മകനും കൈവിട്ടു പോകുമോ എന്നാണ് അവരിപ്പോൾ ഭയപ്പെടുന്നത്. എങ്ങനെയാണ് സമാധാനിപ്പിക്കാന്ന് എനിക്ക് ഇഷ്ടമില്ല. ജയകുമാർ, എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? നിങ്ങൾ മദ്യത്തിന് അടിമയായോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. ലീവിന് വരുമ്പോൾ പോലും നിങ്ങളുടെ ഭാര്യയെ കാണാനോ ആശ്വസിപ്പിക്കാനോ അവരുമായി
ജീവിക്കാനോ നിങ്ങൾ സമയം കണ്ടെത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഒടുവിൽ അവർക്ക് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന മകനെ കൂടി ഒരുപാട് പ്രലോഭനങ്ങൾ നൽകി നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പം അവർ ചോദിക്കുന്ന അവരെ മകനെ തിരിച്ചു ചോദിക്കുക. ആ കുട്ടി വിളിക്കുന്നു പോലുമില്ല അമ്മേ. ഇനി നിങ്ങളുടെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും പരാതികളുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവർ പറഞ്ഞു കേട്ട ഇതനുസരിച്ചിട്ട് ഇത് പരിഹരിക്കപ്പെട്ടു പോകണം ജയകുമാർ. ഇനി എവിടേക്കാണ് അകന്ന് കഴിയാനുള്ളത്? മകന് 19 വയസ്സായി, ഇവരൊറ്റയ്ക്ക് താമസിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഇവരെ ഒരു പാസ്പോർട്ട് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ മകനങ്ങോട്ട് തിരിച്ചയക്കുക, നിങ്ങളും വരിക, കുടുംബജീവിതം നയിക്കുക. ഇതല്ലേ അഭികാമ്യം? എത്ര കാലം ഇനിയൊക്കെ നമ്മൾ ജീവിക്കുക? ചെറിയ കാലമല്ലേ ഉള്ളൂ. ആ കാലം ഇനി കളയണോ? അല്ല, നിങ്ങൾക്കൊരു കാരണവശാലും അവരായിട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അത് തുറന്ന് പറയണം. ആൾക്കാരെ വഴി നോക്കണം. മനസ്സിലായില്ലേ? കയറും വിടില്ല കാളയും വിടില്ല എന്നുള്ളത് ഒരു ലൈനല്ല ജീവിതത്തിൽ. പ്രവാസലോകം പ്രവർത്തകർ ജയകുമാറിൻ്റെ കാര്യത്തിൽ ഇടപെടണം. വിഷ്ണു അമ്മ കരച്ചിൽ കണ്ടില്ലേ? വിഷ്ണു ഒന്ന് വിളിച്ചൂടെ? വിഷ്ണു എത്ര അധികം കാശ് വരുമോ? നെറ്റ് വഴിയോ ഏതെങ്കിലും വിളിച്ച് അമ്മയെ ആശ്വസിപ്പിച്ച് അമ്മ തിരിച്ചു വരണമെന്നാണ് വിഷ്ണുവിനോട് പറയുന്നത്. ഇവിടെ പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യാവുന്നൊരവസരമുള്ള കേരളമാണിത്. അത്ര മോശപ്പെട്ട കേരളമല്ല. അപ്പോൾ വിഷ്ണു ആലോചിക്കണം, അടിയന്തരമായിട്ട് അമ്മയെ വിളിക്കണം, ആശ്വസിപ്പിക്കണം. പ്രവാസലോകം പ്രവർത്തകർ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ശ്രമം ജയകുമാറിനെ ഉപദേശിച്ച് വിളിച്ച് ചെയ്യണം. എനിക്ക് ഇവരറിയുന്ന 2 കൂട്ടരുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിടപെട്ട് ഈ പ്രശ്നം തീർക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുക? നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ സ്നേഹപ്പെട്ടവർ ഒക്കെ കുടുംബം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടുന്നു. നമ്മൾ അതിൽ 2 കൂട്ടരും പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അവർക്ക് 2 കാര്യങ്ങൾക്ക് ബോധ്യപ്പെടില്ല ആദ്യത്തിൽ. പിന്നെ മെല്ലെ മെല്ലെ പറഞ്ഞ് നമ്മളവരെ ബോധ്യപ്പെടുത്തി അവരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ നമ്മളെ കടമ. അപ്പോൾ ജയകുമാറിൻ്റെയും ഈ കുട്ടിയുടെയും സുഹൃത്തുക്കൾ, അതുപോലെ വിഷ്ണു ഈ കാര്യത്തിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റും. 19 വയസ്സായ ഒരാൾ അച്ഛനെ അമ്മനെ യോജിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് കുടുംബജീവിതം മാറ്റണമെന്ന അഭ്യർത്ഥനയാണ് പ്രവാസലോകം പ്രവർത്തകരോടും ഈ കുടുംബത്തിലെ ബന്ധുക്കളോടും ജയകുമാറിനോടും മകനോടും എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഈ സഹോദരിയും അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രവാസലോകം ഈ കണ്ണീര് കാണുന്നു. ആ കണ്ണീരിന് പരിഹാരമുണ്ടാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഞാനിവിടെ സമാധാനത്തോടു കൂടെ തിരിച്ചയക്കും. നടക്കും കേട്ടാ. ഓക്കെ. വിദേശത്ത് ജോലി തേടി പോകുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. വിദേശത്തേക്ക് ജോലി തേടി പോകും മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത പല അനുഭവങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം. മാനസികമായി അതിന് തയ്യാറെടുക്കുക. കാരണം വിദേശം മറ്റൊരു ലോകമാണ്. യഥാർത്ഥ യാത്രാരേഖകളുമായി മാത്രം യാത്ര ചെയ്യുക. കൃത്രിമ രേഖകൾ നിങ്ങളെ അപകടത്തിലെത്തിച്ചേക്കാം. തൊഴിലുടമ്പടി അഥവാ ജോബ് കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തനിക്ക് ദോഷകരമല്ലെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം. ചെയ്യേണ്ടുന്ന ജോലിയുടെ സ്വഭാവം, രീതികൾ, ഡ്യൂട്ടി സമയം, ഓവർ ടൈം, വേതന വ്യവസ്ഥകൾ, വിശ്രമ സമയം, ലീവ്, ജോലി സുരക്ഷ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് തങ്ങളുടെ ജോബ് കോൺട്രാക്റ്റ് എന്ന് ബോധ്യപ്പെടണം. നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ പ്രവാസലോകം പ്രവർത്തകരെ ബന്ധപ്പെടാൻ മറക്കരുത്. ഗൾഫിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ എംബസി നമ്പറുകൾ മണിരാജൻ കുവൈറ്റിൽ എത്തിക്കാണുമോ? ഇതിനെന്താണ് ഒരു തെളിവ്? ഭാര്യ സുധാമണിയോടൊപ്പം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രവാസലോകവും ഇതിനുത്തരം തേടുകയാണ്. കുവൈറ്റിലെ ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർ ഇതിനായി ഞങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ ഈ ആഴ്ചയിലെ UA എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം.